അസ്രപ്പേ ഒന്ന് പതുക്കെ പോ. ഇതാണ് വാപ്പ പറഞ്ഞ ജിന്നിന്റെ സ്പോട്ട്. വല്ല ജിന്നു മുന്നിക്ക് വന്ന് ചാടും. വിക്കോ ഞമ്മക്ക് എന്ത് ജിന്ന്? പണ്ട് ഞാൻ ഡെറാഡൂണിൽ ഉണ്ടായിരുന്ന കാലത്ത് തുടങ്ങി. അതിന് ഡെറാഡൂണിൽ പോയത് അല്ല, പോണെന്ന് കരുതിയുന്ന കാലത്ത് ഒരു ദിവസം നട്ടപ്പാതിരക്ക് ഞാൻ മൂത്രയിച്ചാൻ വേണ്ടി ഇങ്ങനെ മിറ്റത്ത് കറങ്ങിയത്. അതിലൊരാലാക്കിന്റെ ജിന്ന്. എന്നിട്ടെന്താ അവനെ കണ്ടു പേടിച്ച് കണ്ട് പാൻറ് കൂടെ മൂത്രയിച്ചു. അതന്നെ ചിലക്കാതെ അങ്ങോട്ട് നടക്കി. നിങ്ങൾക്ക് ഇതിനെ പറ്റി ഇങ്ങാണ്ട് ഇപ്പോഴും ശരിക്കും മനസ്സിലായിട്ടില്ല. എന്നെ അറിയാതെ അസ്രപ്പേ, എന്നെ ഞാൻ അന്നും ഒന്നിനും കാണാൻ തുടങ്ങിയതല്ലോ. നിങ്ങൾ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊക്കി പറയാതെ ആ വാച്ച് അങ്ങോട്ട് തിരയാൻ നോക്കി. ലോല, ഞമ്മക്ക് രണ്ടാൾക്കും അവിടെ തിരയാ, ഓരോ രണ്ടാളും ഇവിടെ തിരഞ്ഞോട്ടെ. അതിപ്പോ നമ്മൾ രണ്ടാളും ഒറ്റയ്ക്ക് എങ്ങനെ? വല്ല പ്രേതവും വന്നാലോ? അത് എത്തിച്ച് പേടിച്ചണ്ട. പ്രേതത്തിന് പോയിട്ട് ഒരു കൊതുകിനെ കുടിച്ചാലുള്ള ചോര പോലും എന്റെ മേത്തില്ല. നടക്കങ്ങോട്ട്. അതിനൊക്കെ ഞമ്മള് പേടീന്ന് പറഞ്ഞത്. പൊന്നാന്റെ അസ്രപ്പൊന്നും മുണ്ടാതിരിക്കാൻ മുട്ടുകാരും മടക്കി ഒറ്റ ഇങ്ങോട്ട് തിരിഞ്ഞ കുറെ നേരായി. ഇങ്ങോട്ട് പോരടാ. അനക്ക് പിന്നെ പേടിയില്ലല്ലോ, ഒറ്റയ്ക്ക് തിരഞ്ഞോ. ഞാൻ ആരപ്പം പോവുക. ഞമ്മക്കെന്ത് പേടി? ഇതിലും വലുത് കണ്ട എന്നോടോ. ആരും പേടിക്കണ്ട, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും. എന്നാലും ഇപ്പൊ ഈ വാച്ച് അവിടെ പോയി. ജിന്നെ വീട് എവിടെ? ജിന്നിന്റെ വീട്ടില് വാച്ചുണ്ടോ? ആരത്? അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞമ്മളാണ് തിത്തിക്കുട്ടി ജിന്ന്. ഒന്ന് പരിചയപ്പെടാൻ പോലും പറ്റില്ലല്ലോ. കടന്ന് ബോധം പോയാ